ഗൈസ്, അപ്പൊ ഞാൻ കുറെ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിനെ കുറിച്ച് റീസൺസ് ഒക്കെ ഉണ്ട്. എന്തായാലും എന്റെ ഓഫീസിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടു നോക്കിയാലോ. അപ്പൊ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയപ്പോ നമ്മള് കഫറ്റേരിയയിലോട്ടൊന്ന് വന്നു. നമ്മള് ഒരു കോഫി ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് അവളാണ് കോഫി എടുത്ത് തന്നത്. അപ്പൊ നമുക്ക് ബ്രേക്ക് ടൈമിൽ മാത്രമേ നമുക്ക് ഫോൺ കൈ കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഫോൺ അവിടെ ലോക്കറിലൊക്കെ വെച്ചേക്കും. അപ്പൊ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചാണ് ഓഫീസിലെ കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെ ഷോർട്സ് ആയിട്ട് ഇടാന്ന്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കണമെന്ന് ഒട്ടും പ്ലാനിങ് ഇല്ലായിരുന്നു. പെട്ടെന്നൊരു തോന്നലങ്ങ് എടുത്തതാണ്. ഇവനാണ് ഓഫീസിലെ ഏറ്റവും വലിയ എന്റെ ശത്രു. അതെന്താന്നൊക്കെ പിന്നീട് പറയാം. പിന്നെ ഇവള് വന്നു, പിന്നെ എല്ലാരും കൂടെ ഒന്ന് ഇരുന്നു. എല്ലാണോ ഫോണിൽ തന്നെയാണ്. എന്തായാലും ഗൈസ്, നമ്മുടെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫീസിൽ നമുക്ക് ഡിന്നർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഒറ്റയടിക്ക് നടന്ന സംഭവമാണെന്ന്. അല്ല, ഇത് അടുത്ത ബ്രേക്കിന് എടുത്തതാണ് ഗൈസ്. അപ്പൊ തീറ്റയും കൂടി മാത്രമല്ല അവിടെ ഉള്ളത്. നമുക്കന്ന് ഡിന്നർ ഉണ്ടായിരുന്നത് എഗ് ഉണ്ടായിരുന്നു, ഒരു മെഴുക്കുരുട്ടി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്റ്റൂ പോലെ ഒരു കറി ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ റൈസ് വേണ്ടവർക്ക് എടുക്കാൻ, ഞാൻ റൈസ് എടുത്തില്ല. ആ ഒരു എഗ് ഞാൻ മോഷ്ടിച്ചാണ് ഗൈസ്. പിന്നെ ആ സൈഡിൽ ഇരിക്കുന്നത് ചക്രം എന്ന് ഞാൻ പറയും. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇത് ഫ്രൈ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നിങ്ങളുടെ അവിടെ എങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല, പ്ലീസ് കമന്റ്. പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്, എന്നെ എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. ഇവരൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കാതെ ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെന്നോട് പറയുന്നുണ്ടോ ഒന്ന് എടുത്തോണ്ട് പോവുമോ എന്ന്. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ബ്രേക്കിന്. അതുകൊണ്ട് ഞാൻ ഇവരോടൊക്കെ പറയായിരുന്നു വേഗം ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഓഫീസിന് വെളിയിലൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന്. നമ്മൾ ലേഡീസിന് ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ 10 മണി വരെ ഉള്ളൂ വെളിയിലോട്ടൊക്കെ അലൗഡ് ആയിട്ടുള്ളൂ. 10 മണി ആവുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് ഒരു വോക്കിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഒറ്റ ഓട്ടം. അങ്ങനെ വോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വർക്കിലോട്ടാണ് കയറിയത്. തെറ്റിദ്ധരിക്കല്ലേ ഗൈസ്, ഈ വർക്കല്ല. വർക്ക് കഴിഞ്ഞ് വന്ന അടുത്ത ബ്രേക്കിന് നമ്മൾ കീർത്തനം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ബ്രൗണി എല്ലാവരും ഇവിടെ ടേസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലവൻ, മീനാക്ഷി എന്ന് വെച്ചാൽ അവിടെ അവർ ഒരാൾക്ക് ഒരു എഗ് മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. പിന്നെ നമ്മൾ ഒരിക്കലും പോകാൻ പ്ലാൻ ചെയ്യാത്ത ട്രിപ്പ് നമ്മുടെ ട്രെയിനറുമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാൻ. പത്രമായിട്ട്